ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. അതിനെ അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, ദൈവത്തിന് സ്തോത്രം. ഈ വർത്തമാനം കേട്ടപ്പോൾ നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു. നെഹമ്യാവ് ഭക്ഷണം വേണ്ട എന്ന് വിചാരിച്ചു, സുഖ സൗകര്യങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചു, സന്തോഷങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉപവസിക്കുക, കർത്താവിനോട് വസിക്കുക, ഉപവസിക്കുക, ചേർന്ന് വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനോട് ചേർന്ന് വസിക്കുക, ഉപവസിക്കുക, ചേർന്ന് വസിക്കുക. ദൈവത്തോട് ചേർന്നിരുന്നു. സുഖസൗകര്യങ്ങളോ സുഖസന്തോഷങ്ങളോ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ശരിയായി ഉപവാസം എടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായി ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം കൊണ്ട് ദൈവപുരുഷൻ കരയുകയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ചുള്ളതായ ഭാരം ദൈവപുരുഷൻ്റെ ഹൃദയത്തെ വല്ലാതെ അലട്ടി. ഇസ്രായേൽ ജനം യെരൂശലേമിലേക്ക് പോയി തിരിച്ചു ചെന്നു. പക്ഷേ അവരവിടെ ആലയം പണിയുന്നില്ല, മതിൽ പണിയുന്നില്ല, മതിലിൻ്റെ കേടുകൾ പോക്കുന്നില്ല, വാതിലുകൾ ശരിയാക്കുന്നില്ല, യാഗപീഠം പണിയുന്നില്ല, ആരാധന തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം കേട്ടപ്പോൾ ദൈവപുരുഷന് സങ്കടമായി. ആ കാലത്ത് പ്രവചിച്ച പ്രവാചകനായ ഹഗ്ഗായി പറയും, ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറയും, യെരൂശലേം ശൂന്യമായിരിക്കുന്നവർക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായി. അവർ സ്വന്തം പട്ടണം പണിയുന്നു, സ്വന്തം വീട് പണിയുന്നു, പക്ഷേ ദേവാലയത്തിൽ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ദേവാലയം പണിയാൻ തുടങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ വായിച്ചോ. ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. ദൈവത്തിൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ സ്വന്തം വീടുകൾ പണിയുന്നു. വീട് പണിയുണ്ടായിരുന്നില്ല, പക്ഷേ ആദ്യം പണിയേണ്ട ദൈവാലയമാണ്. ദൈവാലയം പണിയണം. സ്തോത്രം. നിങ്ങൾ ദൈവാലയം പണിയാതെ നല്ല ഉന്നതമായ ശൃംഗങ്ങളിൽ ഉന്നതമായ കൊടുമുടികളിൽ പാർത്താൽ ഒരു പ്രയോജനവുമില്ല. ഉത്തുംഗ ഗോപുരങ്ങളിൽ പാർക്കും. നിങ്ങൾക്ക് സുഖമായി നല്ല നല്ല വീടുകൾ നിങ്ങൾ പണിയും, പക്ഷേ എൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. ദൈവത്തിൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. ദൈവത്തിന് സ്തോത്രം. ഹഗ്ഗായി പ്രവാചകൻ പ്രവചിച്ചു, വളരെ വേദനയോടെ പ്രവചിച്ചു. ഹഗ്ഗായി പ്രവാചകൻ മാത്രമല്ല, സഖരിയ പ്രവാചകൻ പ്രവചിച്ചു. ആ കാലങ്ങളിലുള്ള ജനത്തിൻ്റെ അനാസ്ഥ കണ്ട്, താല്പര്യക്കുറവ് കണ്ട്, ആത്മീയമായ താല്പര്യക്കുറവ് കൊണ്ട് സഖരിയാവും സങ്കടത്തോടെ പ്രവചിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നെഹമ്യാവ് ഇരുന്ന് കരയുകയാണ്, പ്രാർത്ഥിക്കാൻ. എൻ്റെ കർത്താവേ, എനിക്ക് അസഹ്യമായ ദുഃഖം. ഈ ജനം വലയുന്നല്ലോ, ജനം ദൈവത്തെ കണ്ടെത്തുന്നില്ലല്ലോ. അവരിപ്പോൾ ഈ ലോകത്തിൽ വീട് പണിയുന്ന കാര്യമാണല്ലോ അവർ ചിന്തിക്കുന്നത്. മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു, ഒലിവുതോട്ടം പിടിപ്പിക്കുന്നു, മാതളത്തോട്ടം പിടിപ്പിക്കുന്നു, ഈ ലോകത്തിലെ കാര്യങ്ങളിൽ അവർ ചെയ്യുന്നു. എല്ലാം ചെയ്തു കൊള്ളട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ ആലയം ശൂന്യമായി കിടക്കുന്നു, ദൈവാലയം ശൂന്യമായി കിടക്കുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഏതാണ് ഈ ആലയം? ഏതാണ് അത്? നിങ്ങൾക്കറിയാമല്ലോ. ഏതാണ് ഈ ആലയം? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യവും 6-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ കാണാം ഈ ആലയം ഏതാണ് എന്ന്. ഏതാണ് ഈ ദൈവാലയം? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, നിങ്ങളാണ് ദൈവാലയം, നിങ്ങൾ തന്നെയാണ് ദൈവാലയം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നെന്ന് അറിയുന്നില്ലയോ. ആലയം ദൈവാലയം, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം, മറ്റാരുമല്ല. നിങ്ങളാണ് യഹോവയുടെ പള്ളി, നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു അറിയുന്നില്ലയോ. നിങ്ങൾ ഇതിനെ അശുദ്ധമാക്കരുത്, ഈ ആലയത്തെ അശുദ്ധമാക്കരുത്, ഈ ശരീരത്തെ അശുദ്ധമാക്കരുത്, ഈ ഹൃദയത്തെ അശുദ്ധമാക്കരുത്, നമ്മുടെ മനോമുകുരങ്ങളെ മനസ്സിനെ അശുദ്ധമാക്കരുത്, നാം നമ്മെ തന്നെ അശുദ്ധമാക്കരുത്. ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഈ പള്ളിയിൽ അശുദ്ധി വരാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അശുദ്ധി സംഭവിച്ചാലോ എൻ്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കുന്ന ദൈവം പറയുന്നു. എൻ്റെ ആലയം നശിപ്പിക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. എൻ്റെ ആലയം വിശുദ്ധമാണ്. ഈ വിശുദ്ധമായ ആലയത്തെ അശുദ്ധി വരാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ അശുദ്ധി പറ്റാൻ അനുവദിക്കരുത്, ഒരു കാരണവശാലും അനുവദിക്കരുത്. ഈ ആലയത്തിലെ ഓരോ അവയവങ്ങളും, ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വിശുദ്ധിക്കായി നേർന്നതാണ്. അതാണ് സാക്ഷാത്തായി നേർച്ച. വിശുദ്ധിക്കായി നേർന്നതാണ്. മാമോദിസയേറ്റപ്പോൾ നാം നേർന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. സാത്താനെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു 3 പ്രാവശ്യം പറഞ്ഞു. മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു, മിശിഹാതമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു 3 പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ നാം ഈ ആലയം വിശുദ്ധമായി ദൈവത്തിന് സമർപ്പിച്ചതാണ്.
ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചതാണിത്. ക്രിസ്തുവിൻ്റെ ആലയമാകാൻ നാം വിട്ടുകൊടുത്തതാണ്. അങ്ങനെ സാത്താൻ വാണിരുന്ന ഈ ആലയത്തിൽ നിന്ന് സാത്താനെ ഇറക്കി വിട്ട് ശപിച്ച് മാറ്റി വിധ്വംസിച്ച് അകറ്റി യേശു ക്രിസ്തു വന്ന് ഈ ആലയത്തിൽ വസിക്കാനിടയായി, ഈ പള്ളിയിൽ വസിക്കാനിടയായി. ഇത് പള്ളിയാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. എന്നിട്ടോ ഈ ആലയം അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഈ ആലയം അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. ഐ വിൽ ഡിസ്ട്രോയ് ഹിം ദ ഡിഫൈലത്ത് മൈ ടെമ്പിൾ. എൻ്റെ ആലയം നശിപ്പിക്കുന്നതിനെ, എൻ്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ, ഡിഫൈൽ ചെയ്യുന്നതിനെ, എൻ്റെ ആലയം അശുദ്ധമാക്കുന്നതിനെ ഞാൻ നശിപ്പിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. 1 കൊരിന്ത്യർ 6:19 വായിക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായി, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ അറിയണം. ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിന്റെ ദാനമാണ് നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കേവലം വാക്യങ്ങളായി നാം വായിച്ചു വിട്ടാൽ പോരാ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങളുടെ ഓരോ അംശവും ഓരോ അണുവും കർത്താവിന് വിറ്റതാണ്. ഇത് നിത്യനായ ക്രിസ്തു വിറ്റതാണ്. ക്രിസ്തു കൊടുത്ത വിലയോ തൻ്റെ വിലയേറിയ രക്തം, തൻ്റെ സ്വന്തം ജീവൻ, ദിവ്യ ജീവൻ നമുക്ക് മറുവിലയായി കൊടുത്തു. നമ്മൾ വിലയ്ക്ക് വാങ്ങി. ഇനി നാം നമുക്കുള്ളവരല്ല. പ്രിയപ്പെട്ടവരെ, അരുതാത്ത ഒരു വാക്ക് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ഓർക്കണം, എൻ്റെ നാവ് യേശുവിന് കൊടുത്തതാണ്. ഈ നാവ് സംസാരിക്കാൻ പാടില്ല. കോപിച്ചവന്ന് എന്തെങ്കിലും ഒരു ശവവാക്കോ അല്ലെങ്കിൽ പ്രാകുന്ന വാക്കോ പറയാൻ തുടങ്ങുമ്പോൾ ഉടനെ ഓർത്തോണം, അയ്യോ ഈ നാവ് യേശുവിന് കൊടുത്തതാണ്, ഈ നാവ് അങ്ങനെ പറയാൻ പാടില്ല. ആരെങ്കിലും ദുഷിക്കുന്നതായ ഒരു വാക്ക് പറയാൻ തുടങ്ങുമ്പോൾ ഓർത്തോളം, ഇതെൻ്റെ യേശുവിന് കൊടുത്തതാണ്. ആരെങ്കിലും കുറ്റം പറയുമ്പോൾ ഓർത്തോളണം, ഇതെൻ്റെ നാവ് യേശുവിന് കൊടുത്തതാണ്, എനിക്ക് അത് ചെയ്യാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഓരോയും നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങൾ ശരീരമെന്നും, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങൾ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, എല്ലാം വിറ്റ് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ ബോധ്യം വരണം പ്രിയപ്പെട്ടവരെ. എല്ലാം വിറ്റു, വൺസ് ഫോർ ഓൾ. ഒരിക്കലായിട്ട് വിറ്റ് കഴിഞ്ഞു, ഒരിക്കലായിട്ട് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞു, ഒരിക്കലായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞു. സ്തോത്രം. ഇനി ഇതിൻ്റെ അവകാശി ഞാനല്ല, യേശുവാണ് ഇതിൻ്റെ അവകാശി. ഹല്ലേലൂയ. അങ്ങനെ വിട്ടുകൊടുത്താൽ മാത്രമേ ഈ ശരീരം മരണശേഷം ഉത്ഥാനം ചെയ്യുകയുള്ളൂ, ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തിനായിട്ട് വിട്ടുകൊടുക്കണം, ദൈവത്തിന് വിട്ടുകൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഓരോ വയവും വിട്ടുകൊടുക്കണം. അങ്ങനെ ദൈവത്തിനായിട്ട് വിട്ടുകൊടുത്ത ഒരു മന്ദിരമായിട്ട് നാം ഈ ഭൂമിയിൽ ജീവിച്ചതിന് ശേഷം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു ചെന്ന് അവസാനം കർത്താവായേശുവിൻ്റെ 2ാമത്തെ വരവിൽ നാം ഉയർത്തെഴുന്നേൽക്കും. ഇല്ലെങ്കിലോ ഉയർത്തെഴുന്നേൽക്കുകയില്ല. 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകിട്ടും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നാം 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകിട്ടിയവരായി നാം ഉയർത്തെഴുന്നേറ്റ് പറന്നു ചെല്ലും. ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിൽ ഒരു മണിപ്പന്തൽ നിവർത്തും. മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ നിത്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗീയമായ വിവാഹം നടക്കും. എങ്ങനെ? മണവാട്ടി സഭയുമായുള്ള വിവാഹം. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ കാര്യങ്ങൾ? അന്ന് ഞാൻ എന്നെ തന്നെ കർത്താവിന് വിട്ടുകൊടുത്ത് എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ആലോചന ശക്തി, എൻ്റെ നിരൂപണങ്ങൾ എല്ലാം യേശുവിനായിട്ട് മുഴുവനായിട്ട് വിട്ടുകൊടുത്ത് ഞാൻ യേശുവിൻ്റെ വകയായി തീർന്ന ഈ ഭൂമിയിൽ ജീവിച്ചില്ല എങ്കിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിൽ എനിക്ക് പങ്കുകിട്ടുകയില്ല. സ്തോത്രം. അങ്ങനെ ജീവിച്ചാൽ ഒരു ന്യൂനപക്ഷം മാത്രം, വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രം അങ്ങനെ ജീവിക്കുന്നവർ, അവർ മാത്രമേ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുകയുള്ളൂ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ കാഹളം കേൾക്കുകയുള്ളൂ, കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുകയുള്ളൂ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുകയുള്ളൂ. കർത്താവിൻ്റെ 2ാമത്തെ വരയിലുള്ളതായ ആ അത്ഭുതങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യണമെങ്കിൽ ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമായി നാം വിട്ടുകൊടുക്കണം, ക്രിസ്തുവിൻ്റെ ആലയമായി നാം വിട്ടുകൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നത് സാധിക്കേണ്ടതാണ്. അത് നാളെ എന്ന് വെക്കേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കർത്താവേ, ഞാനിതൊരു പുതിയ വാർത്തയല്ല കേൾക്കുന്നത്, പക്ഷേ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാനിതാ ഏറ്റുവാങ്ങുന്നു. കർത്താവേ, ഇത് ഞാനിതാ മനസ്സോടെ ഏറ്റുവാങ്ങുന്നു. എൻ്റെ ജീവിതം ഇനി യേശുവിന് മാത്രമുള്ളതാണ്, വേറെ ആർക്കും അവകാശമില്ല. കർത്താവേ, പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയട്ടെ, ഏതെല്ലാം ശാപങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും, കുടുംബത്തിന്മേൽ പൂർവികമായി ശാപങ്ങൾ എന്തെല്ലാം വന്നു കയറിയിട്ടുണ്ടെങ്കിലും, നിങ്ങളേതെങ്കിലും സർപ്പക്കാടുകൾ കിടന്നാലും, പ്രിയപ്പെട്ടവരെ, ഏത് പിശാചിൻ്റെ കൂട്ടിൽ കിടന്നാലും ഒന്നും നിങ്ങളെ തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പൂർവിക ശാപങ്ങളെല്ലാം നിങ്ങൾ വിട്ടുപോകും, എല്ലാ ശാപദോഷങ്ങളും മാറിപ്പോകും, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും. എങ്ങനെ? ഈ ജീവിതം യേശുവിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ യേശു ഈ ശരീരത്തിനുള്ളിൽ
വന്ന്, ഈ ഹൃദയത്തിനുള്ളിൽ വന്ന്, ഈ ആത്മാവിനുള്ളിൽ വന്ന് യേശു അധിവസിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്കൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. നാം എനിക്കുള്ളവനല്ല, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ യേശുവിൻ്റെ വകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, ചിന്താക്കുഴപ്പം വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ വാസ്തവമായി നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ മുഴുവനായി എന്നെ യേശുവിന് കൊടുത്തുവോ? മുഴുവനായി കൊടുത്തുവോ? എൻ്റെ സമ്പത്ത് യേശുവിന് കൊടുത്തുവോ? എൻ്റെ ബാങ്ക് ബാലൻസ് ഞാൻ യേശുവിന് കൊടുത്തുവോ? സ്തോത്രം. എൻ്റെ കർത്താവേ, എൻ്റെ വീട് ഞാൻ യേശുവിന് കൊടുത്തുവോ? എനിക്കുള്ളത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ യേശുവിന് കൊടുത്തുവോ? ഇല്ല പ്രിയരേ, നിങ്ങൾ കൊടുത്തിട്ടില്ല. ക്ഷമിക്കണം, നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുക്കാൻ ഇതുവരെയും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതെല്ലാം പ്രസംഗം കേൾക്കുന്നു, അങ്ങനെ പോകുന്നു, ഒരു കാതിൽ കൂടി കേട്ട് മറുകാതിൽ കൂടി കടന്നു പോകുന്നു. നിങ്ങൾക്ക് ആരും ഇതുവരെയും ഗ്രഹിക്കുന്നില്ല, ഉള്ളത്തിൽ ഗ്രഹിക്കുന്നില്ല. വിട്ട് കൊടുക്കണം പ്രിയപ്പെട്ടവർ, യേശുവിന് വിട്ട് കൊടുക്കണം. ഇറ്റ് സെറ്റ് അപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ്, ഡിവോട്ടഡ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി സെറ്റ് അപ്പാർട്ട് ചെയ്യണം, ക്രിസ്തുവിന് വേണ്ടി ഡിവോട്ട് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി മുഴുവനായി വിട്ടുകൊടുക്കണം, മുഴുവനായി. സ്തോത്രം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മർമ്മം അത് മനോഹരമായൊരു കാര്യമാണ്. ഈ ആലയം ശൂന്യമായി കിടക്കുന്നു. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? അന്ന് ഹഗ്ഗായി ചോദിച്ചത് അത് തന്നെയാണ് നെഹമ്യാവിനുണ്ടായ ചിന്ത. നെഹമ്യാവിന് ജനത്തെക്കുറിച്ച് വലിയ ഭാരമുണ്ടായി, വലിയ വേദനയുണ്ടായി. അയ്യോ, ജനം നശിക്കുന്നല്ലോ, അവർ നിത്യനായ ദൈവത്തെ കണ്ടെത്തുന്നില്ലല്ലോ. പ്രവാസികളായി ബാവയിൽ കഴിഞ്ഞതുപോലെ തന്നെ ഇന്നും ഇവിടെ വന്നിട്ടും മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. പ്രവാസികളായി ബാവയിൽ കിടന്നപ്പോൾ അവർ കരഞ്ഞുകൊണ്ടിരുന്നു, ഇന്നിപ്പോൾ ചിരിച്ചുകൊണ്ട് ഭവനം പണിയുന്നു, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. പക്ഷേ അവരവരുടെ അവസ്ഥ അറിയുന്നില്ലല്ലോ. നെഹമ്യാവിന് വലിയ ദുഃഖമായി. നെഹമ്യാവ് ഉപവാസത്തോടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടി വായിക്കാം വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് പറയുകയാണ്, ഞങ്ങളുടെ പാപം. നെഹമ്യാവ്, അടിയനും പാവിയാണ് കർത്താവേ, ഞാനും പാവിയാണ്. ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഞാനും പാവിയാണ് കർത്താവേ. ഈ ജനത്തിനൊരു ബോധമില്ലാതിരിക്കുന്നു, ഞാനും പാവിയാണ് കർത്താവേ. ഞാനും ഈ ജനത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പാവം നീ ഓർക്കല്ലേ, ഞങ്ങളുടെ പാവം നീ കണക്കിടല്ലേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭവനം ഇന്ന് കലഹം കൊണ്ടും അഭിപ്രായ വ്യത്യാസം കൊണ്ടും കലുഷമായിരിക്കുന്നതിന് കാരണം ഞാനാണ്, ഞാൻ ഒരുവനാണ്. ഞാൻ കാര്യമോ അപകടത്തിന് പോകുന്നില്ല, വഴക്കളിക്കാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ വിശുദ്ധനായി നിന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം. എൻ്റെ മക്കൾ വഴിതെറ്റി പോകുന്നതിന് കാരണം ഞാനാണ്. എൻ്റെ മക്കൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകുന്നതിന് കാരണം ഞാനാണ്. ഞാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ തേടി പോകുന്നില്ല. പക്ഷേ എൻ്റെ കർത്താവെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ആ സ്വർഗീയമായ അതിനനുസരിച്ച് എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മക്കൾ വഴിതെറ്റി പോവുകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വഭാവം തന്നെയാണ് എൻ്റെ മക്കൾക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണണം. മക്കൾ ഒരുപക്ഷെ വേണ്ടാത്ത രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ മക്കളെ കുറ്റം വിധിക്കുകയല്ല വേണ്ടത്. ഞാനാണ് ഉത്തരവാദി. എൻ്റെ സ്വഭാവമാണ് എൻ്റെ മകനുള്ളത്, എൻ്റെ സ്വഭാവമാണ് എൻ്റെ മകൾക്കുള്ളത്. എൻ്റെ വാശിയും എൻ്റെ ദുർവാശിയും എൻ്റെ കോപവും എൻ്റെ ശാഠ്യവും എൻ്റെ കോപാക്രാന്തമായ പെരുമാറ്റവും എല്ലാം എൻ്റേതാണ്. അത് തന്നെയാണ് എൻ്റെ മക്കളിലും കാണുന്നത്. മക്കളിൽ തെറ്റുകൾ കാണുമ്പോൾ മക്കളെ നിങ്ങൾ ശാസിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യണം, ഞാനാണ് ഉത്തരവാദി, ഞാനാണ് കർത്താവേ, ഞാനാണ് തെറ്റുകാരൻ. ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ ഇരുന്ന് ഉപസിക്കുകയാണ്, തന്നെത്താൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നെഹമ്യാവ് പറഞ്ഞത് ആ പ്രാർത്ഥന ഒന്നുകൂടി കേൾക്കൂ. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ചതിന് കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയവും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുന്നു. അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥന നീ ഇപ്പോൾ ഒന്ന് കേൾക്കണം. നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. നീ ഒന്ന് കാണണമേ, നീ ഒന്ന് കേൾക്കണമേ. ഞങ്ങൾ വലിയ കഷ്ടത്തിലായിരിക്കുന്നു. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞാനും പാപം ചെയ്തു, എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നെഹമ്യാവ് വഷളത്വമായിട്ടൊന്നും പ്രവർത്തിച്ചില്ല. പക്ഷേ ജനത്തിൻ്റെ പാവം ഏറ്റെടുത്തുകൊണ്ട് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ജനത്തിൻ്റെ പാവം നെഹമ്യാവ് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ നിന്നോട് പാവം ചെയ്തിരിക്കുന്നു, ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും
വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. കർത്താവേ, നീ മോശയിൽ കൂടി തന്നതായ ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഞങ്ങൾ അനുസരിച്ചിട്ടില്ല. മുൻപ് കിട്ടിയ വചനങ്ങളൊന്നും ഞങ്ങൾ അനുസരിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എങ്ങനെയല്ലേ നമുക്ക് പറയാനുള്ളത്? മുമ്പ് കിട്ടിയ വചനങ്ങൾ ഏത് വചനമാണ് കിട്ടാത്തത്? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒരു ഉപദേശം കിട്ടാത്തത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഇന്നും ബാക്കിയുള്ളത്? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ നിൻ്റെ വചനം പ്രമാണിച്ചിട്ടില്ല. കേൾക്കേണ്ടതെല്ലാം കേട്ടിട്ടുണ്ട്, ഞങ്ങൾ തിരിയേണ്ടതിനുള്ളവയെല്ലാം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇത് പ്രമാണിച്ചിട്ടില്ല. ഞങ്ങൾ വചനം പ്രമാണിച്ചിട്ടില്ല. പഴയ കാലത്തെ പ്രവാചകനായ മോശയിൽ കൂടി കിട്ടിയ വചനങ്ങൾ, ആ പ്രമാണങ്ങൾ ഞങ്ങൾ ഇതുവരെയും അനുസരിച്ച് നടന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കേട്ട വചനങ്ങൾക്കൊത്തവണ്ണം നാം ജീവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഓരോ പ്രാവശ്യവും തീരുമാനമെടുക്കുന്നു, ആ തീരുമാനം പാലിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. തീരുമാനം പാലിച്ചേ പറ്റുകയുള്ളൂ. അത് നാം ഇടറി വീഴാനുള്ളതല്ല, ആ തീരുമാനം അഭംഗം പാലിക്കാനുള്ളതാണ്, ഭംഗം വരാതെ പാലിക്കാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഞാൻ ധൃതഗതിയിൽ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ തിടുക്കത്തിൽ പറയുകയാണ്, വളരെ വേഗത്തിൽ പറയുകയാണ്. എനിക്ക് കാര്യങ്ങൾ കർത്താവെ എത്രയും വേഗം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സത്യങ്ങൾ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മഹാസത്യങ്ങൾ ഞാൻ ഇന്ന് വീണ്ടിരിക്കുന്നത് കാണാനുള്ളതായി കണ്ണ് നിങ്ങൾക്ക് തുറന്നു കിട്ടണം. കർത്താവിന് സ്തോത്രം. കർത്താവെ, എൻ്റെ അവസ്ഥ പരമദയനീയമാണെന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ ദൈവത്തിന് വചനം പറയുന്നുണ്ടല്ലോ, ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഫെലോഷിപ്പ് നടത്തുന്നുണ്ടല്ലോ എന്നൊന്നും അഭിമാനിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ അഭിമാനിക്കരുത്. നിങ്ങൾ പറയണം, ഞാൻ കർത്താവെ, ഞാൻ പാപം ചെയ്തു, എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് അഭിമാനിക്കാനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാവ് മഹത്വപ്പെടട്ടെ. ഞാൻ എളിമയോടെ പറയുകയാണ്, കർത്താവിന് സ്തോത്രം. ഞാനും ഇടയ്ക്കൊക്കെ അങ്ങനെ പറയാറുണ്ട്, കർത്താവെ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. കർത്താവെ, അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല. ഒരു പാരമ്പര്യം പറയാൻ എനിക്കൊന്നുമില്ല. കർത്താവെ, ശ്രേഷ്ഠത പറയാൻ എനിക്കൊന്നുമില്ല. കർത്താവെ, പഴയ പൂർവ്വന്മാരുടെ കാലം നോക്കിയാൽ അവരെ അഭിമാനിക്കത്തക്കതായിട്ട് എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കർത്താവെ, എനിക്കാകെ ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാനൊരു മഹാഭാവിയായ മനുഷ്യനെന്ന് എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവത്തിൽ നിന്ന് കരയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് കർത്താവെ, ഞാൻ മഹാഭാവിയാണ്, ഇന്നും സ്വഭാവം മാറാത്തൊരു ദുഷ്ടഭാവിയാണ്, ഇന്നും സ്വഭാവത്തിൽ പരിവർത്തനം വരാത്ത ഒരു നീചഭാവിയാണ്. കർത്താവെ, ഞാനിപ്പോൾ തിരുമുമ്പാ വന്ന് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. പക്ഷേ നീ എനിക്ക് ഭാഗ്യവശാൽ ഒരു പ്രത്യാശ തന്നിട്ടുണ്ട്. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച എൻ്റെ യേശുവേ, നീ അത് തേക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. നല്ല പ്രവൃത്തി നീ ആരംഭിച്ചു, നല്ലൊരു പ്രവൃത്തി നീ എന്നിൽ ആരംഭിച്ചു. നല്ല പ്രവൃത്തിയാണ് നീ ആരംഭിച്ചത്. നീ എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു, രക്ഷയുടെ വാതിൽ കാണിച്ചു തന്നു, രക്ഷയുടെ വാതിൽ കൂടി കടക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തന്നു, ഏതാണ് വഴി എന്ന് മനസ്സിലാക്കി തന്നു. പലരും അനേകർ പട്ടണത്തിലേക്ക് പോയ വഴി അറിയാതെ വിഷമിക്കുമ്പോൾ എനിക്ക് പട്ടണത്തിലേക്ക് പോകാനുള്ള വഴി നീ കാണിച്ചു തന്നു. പട്ടണത്തിലേക്ക്, സ്വർഗീയ യെരൂശലേമിലേക്ക് പോകാനുള്ള വഴി നീ കാണിച്ചു തന്നു. എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നു. കർത്താവേ, എന്നിട്ട് ഞാൻ കർത്താവേ, ജനത്തിന് നീ കാണിച്ചു കൊടുത്തത് എനിക്ക് നീ തന്നു. പക്ഷേ ഞാനത് അനുസരിച്ചില്ല, അതനുസരിച്ച് ഞാൻ ജീവിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദയവായി കർത്താവിനോട് പറയാം, ഓരോരുത്തർക്കും പറയാം, കർത്താവേ, ഞാൻ വിനയപൂർവ്വം തിരുമുമ്പാകെ വരുന്നു. നാഥാ, ഞാൻ നിൻ്റെ സന്നിധിയിൽ പറഞ്ഞതായ വാക്കുകൾ ഒന്നും പാലിച്ചിട്ടില്ല. നിൻ്റെ സന്നിധിയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഒന്നും പാലിച്ചിട്ടില്ല. എല്ലാം അനുസരണക്കേട് കാണിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ കർത്താവേ, ഞാൻ വിചാരിച്ചു മനുഷ്യരോടാണ് അനുസരണക്കേട് പറഞ്ഞതെന്ന്, ഞാൻ വിചാരിച്ചു മനുഷ്യരോടാണ് ഞാൻ കോപിച്ചതെന്ന്, ഞാൻ വിചാരിച്ചു മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന്. അല്ല കർത്താവേ, എനിക്കിപ്പോൾ മനസ്സിലാകുന്നു, എൻ്റെ ഹൃദയം കാണുന്ന എൻ്റെ യേശുവിനോട്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുവിനോട്, നരകക്കുഴിയിൽ നിന്നെ കരയേറ്റുവാൻ അധ്വാനിക്കുന്ന എൻ്റെ യേശുവിനോടാണ് ഞാൻ പാപം ചെയ്തത്. കർത്താവേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എൻ്റെ യേശുവിനെ അറിയാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു. കർത്താവേ, ഇപ്പോൾ ഞാൻ തിരുമുൻപാകെ വന്നുകൊണ്ട് ഞാൻ കരഞ്ഞു പറയുകയാണ്, എന്നെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തണം കർത്താവേ. എന്നെ നീ തന്ന വചനങ്ങൾ അനുസരിക്കാനുള്ള ഒരു എളിമ എനിക്ക് തരണം കർത്താവേ. എൻ്റെ ഹൃദയത്തിലേക്ക് കൃപയുടെ വചനം തൂകിത്തരണമേ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നിലേക്ക് ആവസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നെഹമ്യാവിരുന്ന് കരഞ്ഞു. നെഹമ്യാവ് ജനത്തെ ഓർത്ത് ഭാരപ്പെട്ടിരുന്ന് കരഞ്ഞു. ജനത്തെക്കുറിച്ച് ഒരു വലിയ ഭാരമുണ്ടായി. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇത്രയെങ്കിലും വചനം കേൾക്കുന്നവരാണല്ലോ. എന്നാൽ വചനം കേൾക്കാത്ത എന്തുമാത്രം ആളുകളാണ് ഈ ലോകത്തുള്ളത്, എന്തുമാത്രം ആളുകൾ. വചനം കേൾക്കാത്ത എത്രയോ ആളുകൾ, എത്രയോ ലക്ഷങ്ങളല്ല കോടികൾ ആളുകൾ ഇന്ന് വചനം കേട്ടിട്ടില്ല. യേശു ആരാണെന്ന് അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലാസറിൻ്റെയും ധനവാൻ്റെയും സംഭവം ഞാനൊരവസരത്തിൽ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ ഒരാൾ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം കൂട്ടായ്മയിൽ വരുന്നയാളാണ്. പക്ഷേ അദ്ദേഹം ഒരന്ധനെ പോലെ ഒന്നും പിടികിട്ടാത്തതിനെ പോലെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ലാസറിൻ്റെയും ധനവാൻ്റെയും സംഭവം അറിഞ്ഞുകൂടെ? ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. വേദസ് വായിക്കാറില്ലേ? ഞാൻ വല്ലപ്പോഴൊക്കെ വായിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയാണ്,
പക്ഷേ വേദപുസ്തകം വായിക്കുക പോലും ചെയ്യാത്ത ക്രിസ്ത്യാനി, വേദപുസ്തകം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കൂട്ടായ്മ ഒന്നിരിക്കും, കൂട്ടായ്മ സ്ഥിരമായിട്ട് വരും. ഞാൻ സങ്കടത്തോടെ പറഞ്ഞു, അയ്യോ കഷ്ടം, വേദപുസ്തകം വായിക്കണം കേട്ടോ, വേദപുസ്തകം വായിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലല്ല വേറൊരു നാട്ടിലെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയട്ടെ, ഇന്ന് വന്ന് വചനം കേട്ട് ഒരു ത്രില്ല് കിട്ടിപ്പോകുന്നേ ഉള്ളൂ, ഒരു എൻലൈറ്റൻമെൻറ്റ് അപ്പോൾ കിട്ടുന്നേ ഉള്ളൂ, ഒരു പ്രകാശനം അപ്പോൾ ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആ പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും ആ പ്രകാശം കെട്ടുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം എന്താണ്? പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരാൻ പറ്റുകയില്ല. പുതിയ വീഞ്ഞ് പകർന്നാൽ പഴയ തുരുത്തിയിലേക്ക് പുതിയ വീഞ്ഞ് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും, വീഞ്ഞ് ഒഴുകിപ്പോകും. അതാണ് സംഭവിക്കുന്നത്. ഇന്ന് നിങ്ങൾ തീരുമാനമെടുത്തു, ആ തീരുമാനത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം കളഞ്ഞു പോകുന്നതിന് കാരണം ആ തുരുത്തി പൊളിഞ്ഞു പോയി. കാരണം പഴയ തുരുത്തിയാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ പഴയ തുരുത്തി മാറ്റി ഒരു പുതിയ തുരുത്തിയാകാൻ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. പുതിയ തുരുത്തിയാകണം, ഒരു പുതിയ പാത്രമാകണം. പുതിയ പാത്രത്തിലേ പുതിയ വീഞ്ഞ് പകരാൻ പറ്റുകയുള്ളൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരില്ല എന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പഴയത് മാറണം പ്രിയപ്പെട്ടവരെ. അറ്റനിക്കോസ് എന്തു വന്നാലും ശരി, എൻ്റെ പഴയ മനുഷ്യൻ മാറിയേ പറ്റൂ. വേറെ ഒന്നും വേണ്ട. എനിക്കൊരു സഭയല്ല, ഒരു സമുദായമല്ല, ഒരു പള്ളിയല്ല, ഇടവകയല്ല, മറ്റൊന്നുമല്ല മാറേണ്ടത്. കർത്താവേ, എനിക്ക് ഞാൻ തന്നെ മാറണം, വേറൊന്നുമല്ല. ഞാൻ മാറണം, എൻ്റെ സ്വഭാവം മാറണം, എൻ്റെ സ്വഭാവത്തിൽ വിശുദ്ധി കൈമുതലായി വരണം, എൻ്റെ സ്വഭാവത്തിൽ സ്നേഹം കൈമുതലായി വരണം, എൻ്റെ സ്വഭാവത്തിൽ യേശുവിൻ്റെ സ്നേഹം വരണം, എൻ്റെ സ്വഭാവത്തിൽ യേശുവിൻ്റെ സ്വഭാവമായി വരണം. കർത്താവേ, എന്നെ നീ മാറ്റിയെടുക്കണമേ. ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം എനിക്ക് തരണമേ. യേശുവേ, നീ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഞാൻ വായിക്കുന്നു, ജനത്തെ കണ്ട് ആളുകൾ കൂടി വന്നിരിക്കുന്നത് കണ്ട് നീ മനസ്സലിഞ്ഞു. കർത്താവേ, നീ മനസ്സലിയുന്ന ദൈവമാണ്. എന്നാലോ എൻ്റെ മനസ്സ് കല്ലിച്ചിരിക്കുകയാണ്. ഈ ജനത്തെക്കുറിച്ച് എനിക്ക് ഭാരമില്ല. ഇതുവരെയും ഭാരമില്ലാതെ, ഒരു ദാഹമില്ലാതെ ഞാൻ ജീവിച്ചു. കർത്താവേ, നശിച്ചു പോകുന്നതിനെക്കുറിച്ച് എനിക്കൊരു വേദനയില്ലാതെ ഞാൻ ജീവിച്ചു. എൻ്റെ കുടുംബത്തിൽ തന്നെ പലരും നശിച്ചു പോകുന്നു, അതിലെനിക്ക് വേദന ഉണ്ടായില്ല. കർത്താവേ, എൻ്റെ മക്കൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അവർ പഠിച്ച് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ യേശുവിൻ്റെ മക്കളായി തീരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അവർ പഠിച്ച് ഡോക്ടർമാരോ എഞ്ചിനീയേഴ്സോ അതിലെങ്കിൽ മറ്റേതെങ്കിലും ഉയർന്ന നിലവാരത്തിലാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾ എൻ്റെ യേശുവിനെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ. നിങ്ങൾ പറയണം, നിങ്ങൾ ദൈവത്തോട് പറയണം, തുറന്നു പറയണം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളിരുന്ന് കരയണം. ഹല്ലേലൂയ. നെഹമ്യാവ് ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരത്തോടെ കരഞ്ഞു. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നിങ്ങളുണ്ടാകട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച്, വേദനിക്കുന്ന ആത്മാക്കളെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെക്കുറിച്ച്, നരകത്തിലേക്ക് പിശാച് വലിച്ചുകൊണ്ട് പോകുന്ന ആത്മാക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരം ഉണ്ടാകട്ടെ. നരകത്തിലേക്ക്, തീക്കുഴിയിലേക്ക്, നരകത്തിൻ്റെ ഭീകരബന്ധനത്തിലേക്ക് സാത്താൻ ചങ്ങലയിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഓരോരുത്തരെയും വലിച്ചുകൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ കർത്താവേ, ആ മഹാഭയങ്കരമായ നഷ്ടം എനിക്കും എൻ്റെ ആളുകൾക്കും വരരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈ ജനം നാശത്തിലേക്ക് പോകുന്നല്ലോ. നരകം എന്താണെന്ന് പോലും അറിയാതെ പോകുന്നല്ലോ. നരകത്തിൻ്റെ ഭീകരത വിശ്വസിക്കാതെ പോകുന്നല്ലോ. സ്വർഗത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ പോകുന്നല്ലോ. എൻ്റെ കർത്താവേ, അവരെല്ലാം നരകത്തിൽ ഒടുവിക്കുവാൻ അവിടുന്ന് ശക്തനാണല്ലോ. പക്ഷേ അവർക്ക് വചനം കൊടുക്കാൻ ആരുണ്ട്? കർത്താവേ, ആരുമില്ല. അടിനയിക്കണമേ. ഹല്ലേലൂയ. അടിനയിക്കണമേ. ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവത്തോട്. കർത്താവേ, ഞാനിതാ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. കർത്താവേ, പൂർണ്ണമായി രൂപാന്തരപ്പെട്ട് നിൻ്റെ ജനത്തെക്കുറിച്ച് ആവലാതിയുണ്ട്. ജനത്തെക്കുറിച്ചുള്ള ഭാരത്തോടെ, ദാഹത്തോടെ നിന്നെ വേല ചെയ്യാൻ ഞാനിതാ വരുന്നു. കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. കർത്താവ്, വേറെ ഒന്നും വേണ്ട. യേശുവിൻ്റെ സ്വഭാവം പ്രാപിച്ച് യേശുവിൻ്റെ പ്രിയപ്പെട്ട ജനത്തെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. കർത്താവേ, നിൻ്റെ കാര്യം എൻ്റെ മേൽ വരണമേ. ഇപ്പോൾ നിൻ്റെ കാര്യം എൻ്റെ മേൽ വെച്ച് തന്നെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കഴിഞ്ഞ കാലങ്ങളെല്ലാം പോയി കർത്താവേ, ഇനി തിരിച്ചു വരില്ല. എല്ലാം പോയി. കഴിഞ്ഞ വർഷങ്ങൾ നഷ്ടപ്പെടുത്തി, കഴിഞ്ഞ കാലങ്ങൾ നഷ്ടപ്പെടുത്തി, കഴിഞ്ഞ ആയുസ് നഷ്ടപ്പെടുത്തി, എല്ലാം പോയല്ലോ കർത്താവേ, തീർന്നു പോയല്ലോ. ഇനി അല്പം ഒരു ശിഷ്ടമായ ഒരു ചെറിയ ജീവിതം, ചെറിയൊരു ആയുസ് മാത്രം മുമ്പിലുണ്ട്. ഇനിയുള്ള കാലത്തിൻ്റെ ഓരോ സെക്കൻഡുകളും എൻ്റെ യേശുവിന് വേണ്ടി എരിയാനുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി എരിഞ്ഞ് തീരാനുള്ളതാണ്. എൻ്റെ യേശുവിന് വേണ്ടി കത്തിജ്വലിച്ച് തീർന്നു പോകാനുള്ളതാണ്. യേശുവെ മെഴുതിരി കത്തിക്കഴുത്തിയിരുന്ന പോലെ എൻ്റെ ആയുസിന് കത്തിത്തീരാനുള്ളതാണ്. യേശുവിന് വേണ്ടി കത്താൻ, അന്ധകാരദേശത്ത് പ്രകാശം പരത്താൻ ഇതാ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് തരുന്നു. ആത്മാക്കളുള്ള ഭാരത്തോടെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ തലകളെ ഇപ്പോൾ വണക്കാം. കർത്താവിന് സ്തോത്രം. വാസ്തവമായി തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ പഴയതുപോലെ ആയിരിക്കുകയില്ല. കർത്താവേ, ഇനി ഞാൻ പഴയതുപോലെ ആയിരിക്കുകയില്ല. ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ഞാനിതാ ഇന്നു മുതൽ എൻ്റെ യേശുവിൻ്റെ വകയായിരിക്കും. യേശു ക്രിസ്തുവിനെ വിലയ്ക്ക് വാങ്ങി, യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി.
വാങ്ങി ആ രക്തത്തിൻ്റെ വിലയായി ഞാൻ വിലപ്പെട്ടവനായി ഞാൻ ജീവിക്കും. കർത്താവെ, യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങത്തക്കവണ്ണം അത്ര വിലയേറിയനായി എന്നെ കാണുവാൻ, കർത്താവെ, യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് തന്നെ വിലയ്ക്ക് വാങ്ങുവാൻ, യേശുവിൻ്റെ മറുപടിയായി എന്നെ കാണുവാൻ തക്കവണ്ണം കർത്താവെ തിരുമനസ്സായതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നിങ്ങൾ ദൈവത്തോട് പറയുക, യേശുവിനോട് നിങ്ങൾ പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾ പറയുക, കർത്താവേ, ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ മാത്രം യേശുവേ, എൻ്റെ സ്വന്തമായ യേശുവേ, എൻ്റെ ജീവനായ യേശുവേ, എൻ്റെ നാഥനായ യേശുവേ, എൻ്റെ അരുമണവാളനായ യേശുവേ, എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവേ യേശുവേ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവേ, എനിക്ക് വേണ്ടി ഇന്നും പിതാവിന് മുമ്പിൽ ഇന്നും മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന യേശുവേ, യേശുവേ, എൻ്റെ നാഥ, കൃപയുടെ ഉറവായവനെ, കരുണയുടെ ഉറവിടമായവനെ, ഇപ്പോൾ നീ എങ്കിലേക്ക് തിരിഞ്ഞു വരണമേ, എന്നെ തൊടണമേ, ഇപ്പോൾ നിൻ്റെ കരം എൻ്റെ മേൽ വയ്ക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, സമയം കളയല്ലേ, പ്രാർത്ഥിക്കൂ. നിങ്ങൾ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങൾ ഭയപ്പെടാതെ കൊടുക്കൂ, സംശയിക്കാതെ കൊടുക്കൂ. യേശുവിന് അടുത്ത് വന്ന് നിൽക്കുന്നത്, യേശുവിന് കരം നീട്ടി നിൽക്കുന്നത്, ആ കരത്തിലേക്ക് വെച്ച് കൊടുക്കൂ. ഭാവി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. സംശയിക്കേണ്ട, ലാഭമായിരിക്കും, സ്വർഗമായിരിക്കും ഫലം. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഇന്നു വന്ന് യേശുവിൻ്റെ വകയും തീരുമാനിക്കുന്നവർക്ക് ഇരുകര ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള രാജാധിരാജനായ പൊന്നേശുവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ അവിടെ നിങ്ങൾ കൃപ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ് നീട്ടി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നാളെ എന്താ നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ നിൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് ഞങ്ങളെ ഇതായി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് വേദനയേറ്റ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഭാവി ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഈ മക്കളെല്ലാം അവിടെ തുടരണമേ കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാവരുടെ മേലും നിൻ്റെ ശക്തി ആവസിക്കണമേ കർത്താവേ. നിൻ്റെ പരിശുദ്ധാത്മാവ് ചിറക് വിരിച്ച് ഓരോരുത്തരുടെ മേലും വന്നിരിക്കണമേ കർത്താവേ. എൻ്റെ നാഥ, പരിശുദ്ധാത്മാവെന്ന് പ്രാവ് പിറന്നിരിക്കുന്നത് ഓരോരുത്തർക്ക് അനുഭവമാകും എന്തൊക്കെ വേണം. ഇപ്പോൾ നിൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.